വെള്ളാപ്പള്ളിയും ജി സുകുമാരൻ നായരും ഒരുമിച്ച് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവര് ഒരുമിച്ച് തന്നെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ രാഷ്ട്രീയ ശക്തി തന്നെയാകും. ഇത് ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നായർ സമുദായവും സംസ്ഥാനത്തെ ഈഴവ സമുദായ അംഗങ്ങളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരൊരു വലിയ മഹാശക്തിയായി മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. NSS ഐക്യത്തിനു വേണ്ടി, SNDP ഐക്യത്തിനു വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇങ്ങനൊരു മഹാശക്തി ആകാനും രാഷ്ട്രീയ വിലപേശലുകൾ നടത്താനും ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന ഉത്തരമാണ് NSS ഇപ്പോൾ നൽകുന്നത്. അവർക്ക് രാഷ്ട്രീയപരമായി രാഷ്ട്രീയ പാർട്ടികളോട് സമദൂര സിദ്ധാന്തം തന്നെയാണ്, സമദൂര നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന അർത്ഥത്തിലാണ് ജി സുകുമാരൻ നായരുടെ പ്രസ്താവന, കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന നമ്മൾ വായിക്കുവാൻ. SNDPക്കാണെങ്കിലോ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. SNDPക്ക് നേതൃത്വത്തിലുള്ള ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്ക് എന്തുകൊണ്ട് പത്മഭൂഷൺ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ, പത്മഭൂഷണ് കാരണമായത് SNDPയെ ബാലിശ ദശയിൽ നിന്ന് SNDPയെ മഹാവൃക്ഷമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, വിലപേശൽ തന്ത്രമറിയാം, വിലപേശി എല്ലാം നേടണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നായർ ഐക്യ സന്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് SNDP നേതൃയോഗം കൂടി വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഈ സ്ഥലത്തേക്ക് പെരുന്നയിലേക്ക് അയച്ച ചർച്ചകൾ ഏകോപിപ്പിക്കാൻ നേതൃയോഗം തീരുമാനിച്ചത്. എന്നാൽ ജി സുകുമാരൻ നായർ പറയുന്നത് BDJSന്റെ നേതാവും അതുപോലെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യം BJP സഖ്യത്തിന്റെ നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി NSS ആസ്ഥാനത്തെത്തി സാമുദായിക ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തെറ്റായ സന്ദേശത്തിന് വഴിവെക്കും, തെറ്റായ സന്ദേശം സമൂഹത്തിൽ പടർത്തും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചു പോകാമല്ലോ. തെറ്റായ സന്ദേശമല്ല, എന്ത് ശരിയായ സന്ദേശമാണ് നിങ്ങൾ തമ്മിലുള്ള ഐക്യ ചർച്ചയിൽ ഉണ്ടായിരുന്നത്? ഒരു ശരിയും ഉണ്ടായിരുന്നില്ല. NSSഉം SNDPയും ചേർന്ന് വലിയ ഹൈന്ദവ ഏകോപനമാണ് അവർ ലക്ഷ്യമാക്കിയത്. ജി സുകുമാരൻ നായർ അത് പച്ചയ്ക്ക് പറയുന്നുമുണ്ട്. ഹൈന്ദവ ഏകോപനം, ഹിന്ദു സംഘടനകളുടെ ഏകോപനം. ഈ ഹിന്ദു സംഘടനകളുടെ ഏകോപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഏകോപനം, ഈ സംഘടനകളുടെ വോട്ട് എങ്ങോട്ടായിരിക്കും ഒഴുകാൻ സാധ്യത കൂടുതൽ? സംഘടനാ നേതാക്കൾ പറയുന്നിടത്ത് നിൽക്കണമെന്നില്ല. ഹൈന്ദവ സംഘടനകൾ ആകെ തന്നെ ഞങ്ങളുടെ കീഴിലാണെന്നും ഞങ്ങളുടെ സ്വന്തമാണെന്നും ഞങ്ങളാണ് അവരുടെ സംരക്ഷകരെന്നും വാദിക്കുന്ന BJP RSS പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ നിലപാടാകും ഈ സംഘടനാ നേതാക്കൾ എടുക്കുക. ഐക്യ സന്ദേശത്തിലൂടെ അവർ നൽകിയ സന്ദേശവും ഐക്യ തീരുമാനത്തിലൂടെ അവർ നൽകിയ സന്ദേശവും മറ്റൊന്നായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ നിലപാട് പറയേണ്ടതില്ല എന്ന NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗമാണ് ജി സുകുമാരൻ നായരെ കൊണ്ട് മറിച്ച് ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പകൽ പോലെ വ്യക്തം. വെള്ളാപ്പള്ളിയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഒരു പക്ഷേയെങ്കിൽ ഇന്ന് ആ മറുപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ മറുപടി ഏതായാലും NSSന് അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാകും വെള്ളാപ്പള്ളി നടേശൻ നൽകുക എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും NSSഉം SNDPയും ചേർന്ന് സമൂഹത്തിൽ, അതായത് ഒരു ഹൈന്ദവ ഐക്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പാളിപ്പോയത്. അവരുടെ ഐക്യം ഒരു പക്ഷേയെങ്കിലെന്നല്ല, വളരെ വ്യക്തമായിട്ട് തന്നെ BJP അനുകൂല തരംഗം സൃഷ്ടിക്കുന്നതിന് കാരണമാകും. അങ്ങനെ ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നീക്കത്തിന് NSS ഒരുക്കമല്ല. SNDP അങ്ങനെ ഒരുക്കമാണെങ്കിൽ അവരുമായി ഇക്കാര്യത്തിൽ സഹകരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊന്ന്, ഈ ഐക്യം നടന്നിരുന്നുവെങ്കിൽ ആണ് BJPക്ക് വോട്ട് പോവുക. ഈ ഐക്യം നടക്കാതിരിക്കുന്ന പക്ഷം NSSന്റെ സ്വാഭാവികമായ വോട്ടുകൾ, സമദൂര സിദ്ധാന്തമൊക്കെ പറയുമെങ്കിലും ഒരു 60% വോട്ടുകൾ BJP RSS UDFന് പോയാലും 40% വോട്ടുകൾ CPMന് ലഭിക്കും, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം. SNDPയിലാകട്ടെ ഒരു 60% വോട്ട് LDFനും ബാക്കി 40% വോട്ട് മറിച്ച് UDFിലേക്കും NDAയിലേക്കും പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ലയനം അല്ലെങ്കിൽ ഐക്യം സാധ്യമാകാതിരിക്കുന്നത് മുന്നണികൾക്ക് ഒരുപോലെ ഗുണം ചെയ്യുമെങ്കിലും ഏറെക്കുറെ ഗുണം ചെയ്യുന്നത് ഇടതുമുന്നണിക്ക് തന്നെയാകും.